ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട യൂണിക്കോൺ BS6 മോഡൽ വണ്ടിയാണ്. നമുക്ക് വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് മെയിനായിട്ട് നമുക്ക് പറഞ്ഞത് ഓയിൽ ചേഞ്ച് ചെയ്യണം, ഓയിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യണം, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, രാവിലെ സ്റ്റാർട്ടാകാൻ ബുദ്ധിമുട്ട്, ഇത്രയും കേസാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ എൻജിൻ വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള ഫസ്റ്റിലത്തെ ഓയിൽ ചേഞ്ചും ഫിൽറ്റർ ക്ലീനിങ്ങും ആണ്. അപ്പോൾ രാവിലത്തെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, രാവിലെ സെൽഫിൽ സ്റ്റാർട്ടാവാനാണ് ബുദ്ധിമുട്ട് കാണിക്കണേ. അത് ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണ്. നമുക്ക് 2023 ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കണേ. 2023 ബാറ്ററിയാണ്. ഓൾറെഡി എൻ്റെ ബാറ്ററി വോൾട്ടൊക്കെ ചെറിയ വേരിയേഷൻ ഉണ്ട്. തന്നെയല്ല നമ്മൾ ലോഡ് കൊടുക്കുമ്പോഴൊക്കെ തീരെ ലോയിലേക്ക് പോകുന്നുണ്ട്, 7 വോൾട്ടിലേക്കൊക്കെ വരുന്നുണ്ട്. 8.5 വോൾട്ടിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഓൾറെഡി ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. അപ്പം നമ്മളിപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ഓടിച്ചു കഴിഞ്ഞാൽ എഞ്ചിൻ വണ്ടിയിൽ നിന്ന് ചാർജ് കയറിയിട്ട് സെൽഫ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അടിക്കും. പക്ഷേ രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറേ നേരം വണ്ടി റെസ്റ്റിലിരുന്നിട്ട് പിന്നീടുള്ള സ്റ്റാർട്ടാവണേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലോഡ് എടുക്കണില്ല. അതിൻ്റെയാണ് പ്രോബ്ലം കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ തൽക്കാലം വേണമെങ്കിൽ നമുക്ക് ബാറ്ററി ഒന്ന് ചാർജ് ചെയ്ത് വയ്ക്കാം. ഇനി അതല്ല 100% ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ ബാറ്ററി മാറ്റിയാലാണ് അത് റെഡി ആവുള്ളൂ കേട്ടോ. തൽക്കാലം ഞാൻ ബാറ്ററി ഒന്ന് ചാർജ് ചെയ്ത് കയറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഓയിൽ ചേഞ്ചും ഓയിൽ ഫിൽറ്റർ ക്ലീനിങ്ങും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഓയിൽ ഫിൽറ്റർ വരുന്നത് ഈ ക്ലച്ച് കവറിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമ്മളത് അഴിച്ച് നോക്കുമ്പോൾ അതിനകത്ത് ഏകദേശം ഇത്രയും ബ്ലോക്ക് കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ആയിട്ടുണ്ട്. കാരണം നമ്മളിത് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് അത്യാവശ്യം അഴുക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ ശ്രദ്ധിച്ചാലും അതിൻ്റെ ഉള്ളിൽ ഈ കോട്ടൺ വേസ്റ്റുമായി ബന്ധപ്പെട്ട വേസ്റ്റിൻ്റെ പൊടി കാര്യങ്ങളൊക്കെ വരും അതിനകത്ത്. അപ്പോൾ അതൊക്കെ ഫിൽറ്ററിൽ വന്ന് ബ്ലോക്ക് ആവും. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റിലത്തെ ഓയിൽ ഫിൽറ്റർ ക്ലീനിങ് കമ്പൽസറി ആയിട്ട് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കേസ്. പിന്നെ നമ്മളിത് അഴിക്കുമ്പോൾ കൂട്ടത്തിൽ കൂടെ നമുക്ക് അതിൻ്റെ ഈ റോട്ടർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കയറ്റുന്നുണ്ട്. റോട്ടർ ഫിൽറ്റർ എന്ന് പറയുമ്പോൾ ക്രാങ്കിനകത്തേക്ക് പോകുന്ന ഓയിലിനെ ഇവിടെ ഒന്ന് റൊട്ടേഷൻ ചെയ്തിട്ട് ഫിൽറ്ററിങ് കൂടി നടത്തുന്നുണ്ട്. അതും കൂടി കൂട്ടത്തിൽ കൂടെ ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എത്ര കേസാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യണേ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി വാട്സാപ്പിൽ തരാം. നമുക്കിപ്പോൾ എഞ്ചിൻ ഓയിൽ വരും, ഓയിൽ ഫിൽറ്റർ ക്ലീനിങ്ങിൻ്റേതായിട്ടുള്ള ചാർജ് വരും, ലേബർ ചാർജ് വരും, ബാറ്ററി ചാർജിങ്ങിൻ്റെ എമൗണ്ട് വരും കേട്ടോ. ഇത്ര കേസാണ് മെയിനായിട്ട് നമുക്ക് വന്ന വർക്ക്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. നമുക്കൊരു ഉച്ചയാകുമ്പോഴത്തേക്കാണ് എടുക്കാൻ പറ്റുള്ളൂ. കാരണം ബാറ്ററി നമ്മളൊന്ന് അഴിച്ച് ചാർജിലേക്ക് ഇടാണ്. ചുരുങ്ങിയത് ഒരു 4-5 മണിക്കൂറിലും കിടക്കണം ബാറ്ററി. പക്ഷേ ബാറ്ററി അങ്ങനെ കിടന്നതുകൊണ്ട് 100% ക്ലിയർ ആവുകയൊന്നുമില്ല. തൽക്കാലത്തേക്ക് നിന്നോളും. പക്ഷേ റിപ്പീറ്റ് ബാറ്ററിയുടെ കപ്പാസിറ്റി, ആ ചാർജിൻ്റെ കപ്പാസിറ്റി കഴിഞ്ഞിട്ട് വീണ്ടും കംപ്ലയിൻറ്റ് കാണിക്കും. 100% അത് ബാറ്ററി മാറ്റിയാലാണ് കംപ്ലയിൻറ്റ് മാറുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ.